പ്രിയപ്പെട്ടവരെ, 101 പ്രാവശ്യം ഈ പറയാൻ പോകുന്ന അത്ഭുത ദിക്ർ പാരായണം ചെയ്താൽ, അത്ഭുത ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ 100ഓളം ഗുണങ്ങൾ അള്ളാഹു തരും എന്നുള്ളതാണ്. 100ഓളം ഗുണങ്ങൾ, പലതരത്തിലുള്ള ഗുണങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു 7 വമ്പൻ പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അത് ഏതാണ് ആ ദിക്ർ എന്ന്, 7 വമ്പൻ പ്രതിഫലങ്ങളും ഏതാണ് എന്ന് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ പഠിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉസ്താദെ, എന്നും രോഗമാണ് ഉസ്താദെ, എത്ര വലിയ രോഗമുണ്ട്, ടെൻഷനുണ്ട് ഉസ്താദെ, മനസ്സിന് മാനസിക പിരിമുറുക്കങ്ങളുണ്ട് ഉസ്താദെ, അതുപോലെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഉസ്താദെ, സമ്പത്ത് ചുരുങ്ങി 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 ഇല്ലാതാവാൻ, ജീവിതത്തിൽ നിന്ന് പൈസ വരണില്ല ഉസ്താദെ, പൈസ വരാനുള്ള വഴികളൊക്കെ മുടങ്ങിപ്പോയി ഉസ്താദെ, എന്താ ചെയ്യാ? അതിനുള്ള മറുപടി ഈ വീഡിയോയിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ പറയാൻ പോകുന്ന അത്ഭുതം നിറഞ്ഞ ദിക്ർ ജീവിതത്തിൽ പുറകെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമാണ്. ഏതാണ് ആ ദിക്ർ, എങ്ങനെയൊക്കെ, എത്ര പ്രാവശ്യമൊക്കെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനായി റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ സർവമാന ബുദ്ധിമുട്ടുകളും പടച്ച തമ്പുരാൻ മാറ്റിത്തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ. ബറക്കത്തുള്ള കുടുംബജീവിതം അള്ളാഹു നമുക്ക് തരട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവരുടെ ഖബറിടങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യമാക്കപ്പെട്ട ഒരു ദിക്റാണ് ഇന്നത്തെ 10 മിനിറ്റിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ ദിക്റിന്റെ 7 വമ്പൻ നേട്ടങ്ങളും പഠിക്കുന്നുണ്ട്. ഈ പറയാൻ പോകുന്ന ഓരോ നേട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ കാവലാണ് പ്രിയപ്പെട്ടവരെ. ഏതൊക്കെയാണ് ആ നേട്ടങ്ങളെന്നും ഏതാണ് ആ ദിക്ർ എന്നും ഒക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഓരോ ദിവസവും പഠിപ്പിച്ചു തരുന്ന ഓരോ അറിവുകളും അള്ളാഹു എന്നെന്നും നിലനിർത്താൻ, ജീവിതത്തിൽ കൊണ്ടുവരാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാണ് പ്രിയപ്പെട്ടവരെ ആ ദിക്ർ എന്ന് അവസാനം നമുക്ക് പറയാം. 7 വമ്പൻ പ്രതിഫലങ്ങൾ ആദ്യം നമുക്ക് പറയാം. ഒന്നാമത്തെ പ്രതിഫലം പെട്ടെന്ന് കേട്ടോളി, നമ്മുടെ റിസ്ഖിൽ ബറക്കത്ത് കിട്ടും എന്നുള്ളതാണ്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് സമ്പത്ത് റിസ്ഖാണ്, ജോലി റിസ്ഖാണ്, അതുപോലെ മക്കൾ റിസ്ഖാണ്, അതുപോലെ ജീവിത വിഭവങ്ങൾ എന്തെല്ലാം ഉണ്ടോ, വസ്ത്രം റിസ്ഖാണ്, പ്രധാനമായി ഭക്ഷണം റിസ്ഖാണ്. ഇങ്ങനെയുള്ള ജീവിത ഉപാധികൾ, ജീവിത വിഭവങ്ങൾ, അതിനെ റിസ്ഖ് എന്ന് പറയാം. അതിൽ ബറക്കത്ത് ലഭിക്കും എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിസ്സാര കാര്യമല്ല, അത് വലിയ കാര്യം തന്നെയാണ്. ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കും, റിസ്ഖിൽ ബറക്കത്ത് ലഭിക്കും എന്ന് പറഞ്ഞാൽ, ഇന്നല്ലാഹ യർസുഖു മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്കേ അവൻ റിസ്ഖ് കൊടുക്കുള്ളൂ. എന്നാൽ അല്ലാഹു ഉദ്ദേശിക്കണമെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽപ്പെട്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബ് റിസ്ഖിൽ ബറക്കത്ത് തരും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ 101 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഏതാവശ്യവും ഏതാഗ്രഹവും അള്ളാഹു നടത്തി തരും എന്നുള്ളതാണ്. ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കും. നമ്മുടെ ആവശ്യം എന്താണോ റബ്ബിനോട് പറഞ്ഞത് അത് അള്ളാഹു നടത്തി തരും എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ദുആ സ്വീകരിക്കുക എന്നുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സമ്പത്ത് ചുരുങ്ങുകയില്ല. നമുക്ക് അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് സമ്പത്തുള്ള ആളാണ്, അല്ലെങ്കിൽ ആവശ്യത്തിന് ജീവിക്കാനുള്ള സമ്പത്തുണ്ട്. അള്ളാഹു നമ്മെ ഇതുവരെ പട്ടിണി കിട്ടിയിട്ടില്ലല്ലോ. ജീവിതത്തിൽ സമ്പത്തില്ലാത്ത ഒരു ബുദ്ധിമുട്ട് റബ്ബ് തആല തന്നിട്ടില്ലല്ലോ. ആ സമ്പത്ത് ചുരുങ്ങി പോകുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു തരൂല പ്രിയപ്പെട്ടവരെ. സമ്പത്തിന്റെ ചുരുക്കം അള്ളാഹു തരൂല, സമ്പത്ത് ചുരുങ്ങുകയില്ല. നാലാമത്തെ നേട്ടം എന്ന് പറയുന്നത്, ഒരു വട്ടം ഈ ദിക്ർ പറഞ്ഞാൽ 99 പരം രോഗങ്ങൾക്ക് ശിഫയാണ്. കൈവേദന, കാലുവേദന, മുട്ടുവേദന, പെടലി വേദന, കഴുത്ത് വേദന, അതുപോലെ കണ്ണുവേദന, ചെവിവേദന, പല്ലുവേദന, ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളിലെ വേദനകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകുന്നതാണ്, ശമനം തരുന്നതാണ് ഈ പുണ്യമാക്കപ്പെട്ട ദിക്ർ
മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ എന്ന് പണ്ഡിതർ പഠിപ്പിക്കുന്നു. അഞ്ചാമത്തെ നേട്ടം, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്, നമ്മുടെ വാഹനം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കൾ, ഇതൊക്കെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ, അതുപോലെ നമ്മുടെ ജോലി, ഇതൊക്കെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളാ. ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുകയില്ല ഈ പുണ്യമാക്കപ്പെട്ട ദിക്ർ ദിവസവും ഒരു 101 പ്രാവശ്യം ചൊല്ലുന്ന മനുഷ്യന്, ദിവസവും പതിവാക്കുന്ന മനുഷ്യനിക്ക്, ദിവസവും നിലനിർത്തുന്ന മനുഷ്യനിക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആറാമത്തെ വമ്പൻ പ്രതിഫലം എന്ന് പറയുന്നത്, ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും. വലിയ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ തൗബ ചെയ്യണം, ആത്മാർത്ഥമായ തൗബ, അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒറ്റയ്ക്കും കൂട്ടായും ഇരുട്ടത്തും വെളിച്ചത്തും ഒക്കെ ചെയ്തു കൂട്ടിയതായ ചെറിയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരും പുണ്യമാക്കപ്പെട്ട ഈ ദിക്ർ പതിവാക്കുന്ന മനുഷ്യനിക്ക്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിശ്ചിത എണ്ണം പതിവാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ 51 ആയിരിക്കാം, അല്ലെങ്കിൽ 313 ആകാം. എത്രയാണോ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അങ്ങനെ കഴിയുന്ന ഒരു നിശ്ചിത എണ്ണം തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്നും പതിവാക്കണം. ആ രൂപത്തിലാണ് നിശ്ചിത എണ്ണം. അങ്ങനെയുള്ള നിശ്ചിത എണ്ണം പതിവാക്കുന്ന മനുഷ്യനിക്ക് സിഹർ ഏൽക്കൂല, കണ്ണേർ വന്ന് പതിക്കൂല, നാവേറ്, കരിനാക്ക്, ഇങ്ങനെയുള്ള ഷെറുകൾ അല്ലാഹു തആല കൊടുക്കൂല. അതിന് പ്രത്യേകം കാവലാണ് പുണ്യമാക്കപ്പെട്ട ഈ ദിക്ർ. സർവ്വ ഇടങ്ങേറ്, പിശാചിന്റെ ഇടങ്ങേറുകൾ നമുക്കറിയാം. പല ആളുകൾ, എത്ര ആളുകളാണെന്നറിയോ പ്രിയപ്പെട്ടവരെ, സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കണ്ണേർ കാരണം ജീവിതം മുടിഞ്ഞുപോയവർ, നാവേറ് കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ പാടുപെടുന്ന ആളുകൾ, അതൊക്കെ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് തരൂല ഈ ദിക്ർ പാരായണം ചെയ്താൽ. ഏതാണ് ആ ദിക്ർ? ഈ ദിക്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്, 100ഓളം ഗുണങ്ങൾ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പുണ്യമാക്കപ്പെട്ട ദിക്ർ അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ രക്ഷയാണ്, കവചമാണ്, കാവലാണ്. ഈ ദിക്ർ പറയുമ്പോൾ കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും, ഉസ്താദേ ഇത് നമുക്കറിയുന്ന ദിക്റാണ്, ഇതായിരുന്നോ എന്ന് നിസാരവൽക്കരിച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, പറയരുത്. കാര്യം ചെറിയ ദിക്റാണെങ്കിൽ പോലും വലിയ അർത്ഥവ്യാപ്തിയുള്ള കാര്യമാണ്. ഏതാണ് ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം. പ്രിയപ്പെട്ടവരെ, വലിയ കാവലാണ്. അള്ളാഹുവെ, നീ അറിയാതെ, നിന്റെ കഴിവില്ലാതെ എനിക്കൊരു കഴിവുമില്ല അല്ലാ, യാതൊരുവിധ കഴിവും എനിക്കില്ല പടച്ചവനെ. ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്തു കൂടി ആരോഗ്യത്തോടു കൂടി ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണവും അതിന്റെ കഴിവും അതിന്റെ എല്ലാവിധ ക്രെഡിറ്റും നിനക്കാണ് തമ്പുരാനെ എന്ന് അർത്ഥവ്യാപ്തി വരുന്ന ഈ ലോകത്ത് മറ്റാർക്കും ഒരു കഴിവില്ല. നമ്മളൊക്കെ ചണ്ടികളാണ്, നമുക്കൊന്നും ഒരു കഴിവുമില്ല, എല്ലാം നിന്റെ കഴിവാണ് റബ്ബേ എന്ന് പറയുന്ന പുണ്യ ദിക്റാണ്. ഏറ്റവും വലിയ ത്യാഗവാക്കുകൾ പറയുന്ന ദിക്റാണ്. അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും കഴിയില്ല ഒന്നും, റബ്ബിന് മാത്രമാണ് സർവ്വതും കഴിയുന്നത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ നീ മാത്രമാണ് റബ്ബേ എന്ന് അർത്ഥം വരുന്ന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു കഴിവ്, ഒരു കാര്യവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ കഴിയൂല. ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നീയാണ് അല്ലാ, അതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും നിനക്കാണ് റബ്ബേ, എനിക്ക് സ്വന്തമായിട്ടൊരു കഴിവുമില്ല തമ്പുരാനെ. പ്രിയപ്പെട്ടവരെ, കാവലാണ്. അതല്ലേ ബഹുമാന്യനായ ഉസ്താദ് അവറുകൾ പാടിയത്, ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈല, അതിലൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട, തെറ്റിപ്പോകരുതേ, അലസതയാലൊഴിക്കരുതേ. ലാ ഹൗല ചൊല്ലണം, ലാ ഹൗല ദിക്ർ.
ഇത് ജീവിതം എപ്പോഴും സ്റ്റൈലാന്നാ പറഞ്ഞത്. അത്രയും കൊണ്ടുവരും, എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ടുവരും. അതുപോലെ തന്നെ എല്ലാവിധ ഷറുകളിൽ നിന്നും കാവൽ ലഭിക്കും എന്നുള്ളതാണ്. അലസതയാൽ ഇത് ഒഴിച്ചു കളയരുത്. വളരെ എളുപ്പമായിട്ട് ചൊല്ലാൻ കഴിയുമെന്ന് കരുതിയിട്ട് ഒഴിച്ചു കളയരുത്. ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. നമ്മുടെ ജീവിതത്തിലുള്ള ഷറുകൾ, ഇടങ്ങേറുകൾ അള്ളാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക എന്ന വസിയത്തോടെ നിർത്തട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.